പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ ട്രംപ് നടത്തിയ പരിഹാസമാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത്. ജസ്റ്റിൻ ട്രൂഡോയെ ഗവർണർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ട്രംപ് തന്റെ പരിഹാസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിലുള്ള ട്രംപിന്റെ മാർ എ ലാഗോ റിസോർട്ടിൽ ഇരുവരും കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പരാമർശം എന്നതും ചർച്ചയ്ക്ക് ശക്തി പകരുന്നുണ്ട്. ഗ്രേറ്റ് സ്റ്റേറ്റ് ഓഫ് കാനഡയുടെ ഗവർണർ ജസ്റ്റിൻ ട്രൂഡോയ്ക്കൊപ്പം കഴിഞ്ഞ രാത്രി അത്താഴം കഴിച്ചത് സന്തോഷം നൽകിയ കാര്യമായിരുന്നു. നികുതിയും വ്യാപാരവും സംബന്ധിച്ച ആഴത്തിലുള്ള ചർച്ചകൾ തുടരുന്നതിന് ഗവർണറെ ഉടൻ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ ഫലം മനോഹരമായിരിക്കും എന്നാണ് ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഇതിന് പിന്നാലെയാണ് ജസ്റ്റിൻ ട്രൂഡോയെ കാനഡയുടെ ഗവർണർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇരുവരും തമ്മിൽ നടന്ന ചർച്ചകൾ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. US തെരഞ്ഞെടുപ്പിന് ശേഷം പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടന്ന G7 രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യ നേതാവ് കൂടിയായിരുന്നു ട്രൂഡോ. തെക്കൻ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്ന കുടിയേറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ 25% ഇറക്കുമതി തീരുവ കൂട്ടുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ തുടർന്നായിരുന്നു ചർച്ചയ്ക്കായി ട്രൂഡോ പറന്നെത്തിയത്. പൊതുസുരക്ഷാ മന്ത്രി ഡൊമിനിക് ലേബാങ്കിലും ട്രൂഡോയ്ക്കൊപ്പം ഒപ്പമുണ്ടായിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയായിരുന്നില്ല ഇത്. നികുതി വർധനവ് കനേഡിയൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന് ട്രൂഡോ കൂടിക്കാഴ്ചയ്ക്കിടെ പറഞ്ഞിരുന്നു. എന്നാൽ നികുതി ഒഴിവാക്കണമെങ്കിൽ കാനഡയ്ക്ക് അമേരിക്കയുടെ 51ാമത് സംസ്ഥാനമായി മാറാമെന്നും ട്രൂഡോയെ ഗവർണറായി നിയമിക്കാം എന്നും പറഞ്ഞാണ് അന്ന് ട്രംപ് പരിഹസിച്ചത്. ട്രംപിന്റെ പരാമർശം കേട്ട് ട്രൂഡോ പരിഭ്രാന്തിയോടെ ചിരിച്ചു എന്നായിരുന്നു ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. ട്രംപിന്റെ നികുതി ഭീഷണിക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രൂഡോ US-ഉമായുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ 10 കനേഡിയൻ പ്രവിശ്യകളുടെയും പ്രീമിയർമാരുടെ യോഗം വിളിച്ചിരുന്നു. ഇതാദ്യമായിട്ടല്ല ട്രംപ് ട്രൂഡോയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. ട്രംപ് ആദ്യ തവണ പ്രസിഡന്റായപ്പോൾ ട്രൂഡോയെ ദുർബലനെന്നും സത്യസന്ധതയില്ലാത്തവനെന്നും അധിക്ഷേപിച്ചിരുന്നു. ജീവിത ചെലവിലെ വർധനവും പണപ്പെരുവും ട്രൂഡോയുടെ ഭരണത്തിൽ കരിനിഴൽ വീഴ്ത്തിയിട്ടുണ്ട്. 2025 ഒക്ടോബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ട്രൂഡോയുടെ ലിബറൽ പാർട്ടി തകർന്നടിയുമെന്നാണ് സൂചന. ലോകത്തെ 4ാമത്തെ വലിയ എണ്ണയുൽപാദകരും 6ാമത്തെ പാചകവാതക ഉൽപാദകരുമാണ് കാനഡ. എണ്ണയിലധികവും കാനഡ US-ലേക്കാണ് കയറ്റി അയക്കുന്നത്. അതേസമയം മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് അനധികൃതമായി US അതിർത്തി കടക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നവംബർ മാസത്തിലെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. US മെക്സിക്കോ അതിർത്തിയിൽ അനധികൃതമായി കടന്നു കയറിയ ഏകദേശം 47,000 കുടിയേറ്റക്കാരെ നവംബറിൽ US ബോർഡർ പട്രോൾ അറസ്റ്റ് ചെയ്തതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒക്ടോബറിലെ 57,000-ലധികം ആളുകളെയാണ് അധികൃതർ അറസ്റ്റ് ചെയ്തത്. നിയമവിരുദ്ധ കുടിയേറ്റം നിയന്ത്രണാതീതമാണെന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ തള്ളുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം ട്രംപ് അനധികൃത കുടിയേറ്റം തടയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ബൈഡന്റെ ഭരണകാലത്ത് അനധികൃതമായി റെക്കോർഡ് ആളുകളാണ് അമേരിക്കയിലേക്ക് കുടിയേറിയതെന്ന് ചൂണ്ടിക്കാട്ടി രൂക്ഷ ഭാഷയിൽ ട്രംപ് വിമർശനം ഉന്നയിക്കുകയും ചെയ്തു.